പ്ലസ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് 2023 മോഡലാണ്. അപ്പോൾ വിഷ്ണു നമുക്ക് ഒരു ഓൾട്ടോ 4 ഒന്നിച്ച് കിടപ്പുണ്ടല്ലേ? അതെ, ഇല്ല സാർ. എത്രയ്ക്ക് കൊടുക്കാം അപ്പം? ഇത് നമുക്ക് 1.18 കൊടുക്കാം. 1.18. ഇയോൺ ഇറ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 2010. ഇത് സ്വിഫ്റ്റ് LX 2018-19 രജിസ്ട്രേഷനാണ് വരുന്നത്. സിംഗിൾ ഓണർ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള ട്രൂ വാല്യൂവിലാണ്. കുറച്ച് പേരൊക്കെ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചു ട്രൂ വാല്യൂവിൻ്റെ വീഡിയോ എന്താ ചെയ്യാത്തതെന്ന്. ട്രൂ വാല്യൂ വീഡിയോ നമ്മൾ മിക്കവാറും സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നുള്ളത് മണ്ണന്തലയിലാണ്. മണ്ണന്തല പോപ്പുലർ ട്രൂ വാല്യൂവിലാണ്. ട്രിവാൻഡ്രം മണ്ണന്തല പോപ്പുലർ ട്രൂ വാല്യൂ. അപ്പം ഇവിടുത്തെ വണ്ടികൾ അത്യാവശ്യം എല്ലാം ട്രൂ വാല്യൂ വണ്ടികൾ എല്ലാവർക്കും അറിയാം, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. അതുപോലെ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് വിശ്വസിച്ച് വണ്ടി വാങ്ങിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാം. അതുപോലെ വിഷ്ണു ഉണ്ട്. സുഖമാണോ? സുഖമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ആയിരുന്നല്ലേ? അതെ, അത്യാവശ്യം എൻക്വയറി ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീഡിയോ കുറച്ച് പേര് ചോദിച്ചു. ട്രൂ വാല്യൂവിൻ്റെ വീഡിയോ 1-2 പേര് ചോദിച്ചിരുന്നു. എൻ്റെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോൺ നമ്മൾ 2012 മുതലാണ് ഇപ്പോൾ? അതെ, 11 തൊട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. ചെയ്തുകൊണ്ടല്ലേ? അപ്പോൾ വണ്ടിയൊക്കെ 1 ഇയർ വാറണ്ടി? അതെ, 3 ഫ്രീ സർവീസ് അതുപോലെ തന്നെ. ഓക്കെ. അപ്പോൾ വിഷ്ണു നമുക്ക് ഫസ്റ്റ് വേണ്ടി തന്നെ ഒരു ഓഫർ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വന്നിട്ട് 2006-7 രജിസ്ട്രേഷനാണ്. വാഗണർ LX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 1.1 ലിറ്റർ എഞ്ചിനാണ്. 4 സിലിണ്ടർ. 4 സിലിണ്ടർ അല്ലേ? അതെ. ഓക്കെ. 1.1 ലിറ്റർ 4 സിലിണ്ടർ ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ പഴയ മോഡൽ വാഗണർ അത്യാവശ്യം ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാം. അതെ, പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട്. ഓക്കെ. AC വർക്കിംഗ് ആണല്ലോ? അതെ സാർ. LX വേരിയന്റ് ആണ്. വണ്ടി കാണുന്ന ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. അതെ. ഒരു വണ്ടിയുടെ പഴക്കത്തിൻ്റെ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടല്ലേ? അത്രേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഓടിച്ച് പഠിക്കാനുള്ളവർക്കാണെങ്കിലും അത്യാവശ്യം ഫാമിലി യൂസിനാണെങ്കിലും നമുക്ക് ഈ വണ്ടി യൂസ്ഫുൾ ആയിരിക്കും. ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാം. അതെ. ഇന്ത്യയിൽ നോക്കുമ്പോൾ സീറ്റ് ഫാബ്രിക്കാണ്, പക്ഷേ അത് കുഴപ്പമില്ലല്ലോ, വൃത്തിയുണ്ട്, വലിയ കുഴപ്പമില്ല. അതെ. ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ ഒന്നും വരുന്നില്ല. AC വർക്കിംഗ് ആണല്ലോ? അതെ, വർക്കിംഗ് ആണ്. അപ്പോൾ എത്രയ്ക്ക് കൊടുക്കാം ഈ വണ്ടി? നമുക്കിത് 1.5 കൊടുക്കാം. 1.5. ഓക്കെ. നെഗോഷ്യബിൾ ആയിരിക്കും ചെറുതായിട്ട്? അതെ, നമുക്ക് നെഗോഷ്യബിൾ ആണ്. അതെ. ചോദിക്കുന്ന പ്രൈസാണ്, വില പറയും? വില പറയും. 2011 കേട്ടനാണ്. LXI കിലോമീറ്റർ വന്നിട്ട് 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡാണ് വരുന്നത്. ഓണർഷിപ്പ് ഓടിയിട്ടുണ്ട്. ഓക്കെ. വണ്ടി ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതെ. വാഷ് ചെയ്ത് വൃത്തിയാക്കാനുണ്ട്. ടയർ ഫ്രണ്ടിൽ കുഴപ്പമില്ല, ബാക്കിൽ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി. ചെറിയ കാര്യങ്ങൾ ചെയ്തെടുത്താൽ വണ്ടി കുഴപ്പമില്ല. ടച്ച് ആൻഡ് പോളിഷ് എടുത്താൽ മതി. അതെ. മേജർ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല. സീറ്റ് പിന്നെ ചെറുതായിട്ട് അത് ഒറിജിനൽ സീറ്റ് അടിയിലാണ്. ഇത് സീറ്റ് കവറാണ് കീറിയിരിക്കുന്നതേ ഉള്ളൂ. ഒന്നില്ല ആ കവറിന് എടുത്ത് കളഞ്ഞാൽ മതി. സീറ്റ് കവർ. അതെ. ഒറിജിനൽ സീറ്റ് നല്ല സീറ്റാണ്, ഫാബ്രിക്കാണ്. ഇത് കിടക്കുന്ന കവറാണ്, കവർ സീറ്റാണ് കിടക്കുന്നത്. അത് പക്ഷേ കുറഞ്ഞ ക്വാളിറ്റി ആണ് അങ്ങനെ പോയത്. അതെ. പക്ഷെ അതൊന്നും അത് എടുത്ത് മാറ്റിയോ അല്ലെങ്കിൽ വേറെ സീറ്റ് കവർ ചെയ്താൽ മതിയാവും. AC എല്ലാം വർക്കിംഗ് ആണല്ലോ ബ്രോ? AC എല്ലാം വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ 2011 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 60 സംതിങ് അല്ലേ? 65,000 കിലോമീറ്റർ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല സാർ. എത്രയ്ക്ക് കൊടുക്കാം അപ്പം? ഇത് നമുക്ക് 1.18 കൊടുക്കാം. 1.18. ആസ്കിംഗ് പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ അല്ലേ? നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം, ചെറിയ ഡീവിയേഷൻ കൂടെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ ഒരു 1.5 വർഷത്തേക്ക് കയറും. നമുക്ക് 85% വരെ ഫണ്ടിങ് ഉണ്ട്. ഓക്കെ. വിഷ്ണു, അപ്പോൾ അടുത്ത വണ്ടി ഒരു ബഡ്ജറ്റ് വണ്ടിയാണ്. സാൻഡ്രോ 2011 വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൽ പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. അതും ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. ഓക്കെ. ഉണ്ട്. പഴക്കത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, അല്ലാതെ മേജറായിട്ട് സ്ക്രാച്ച് ഇടേണ്ടൊന്നും ഇല്ല. ഇല്ല, മേജറായിട്ടൊന്നുമില്ല. ഇത് സീറ്റ് കവറുണ്ട്, അത് കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്ലോർ മാറ്റ് കിടപ്പുണ്ട്. ഇതിനകത്ത് AC വരുന്നുണ്ട്, 2 ഡോർ പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ കൊടുക്കുമ്പോൾ വണ്ടി എല്ലാം നല്ല ക്ലിയർ ആക്കി കൊടുക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് വില വരുന്നത്? ഇത് വന്നിട്ട് 1,20,000 ആണ് വരുന്നത്. ആസ്കിംഗ് അല്ലേ? നെഗോഷ്യബിൾ ആയിരിക്കും? അതെ. ഓക്കെ. 2011 വണ്ടി അല്ലേ? 11 വണ്ടി. അപ്പോൾ അടുത്ത വണ്ടി സെലീരിയോ VXI 2015 വണ്ടി. 15 വണ്ടി. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 66 സംതിങ് ഓടിക്കുള്ളൂ. ഷോറൂം സർവീസ് വണ്ടിയാണല്ലോ? അതെ. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ്. ഓട്ടോമാറ്റിക് ആണല്ലേ? അതെ. AMG ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. വണ്ടി വേറെ സ്ക്രാച്ചസ് തൊട്ടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലേ? അതെ. ഓക്കെ. വേറെ മേജർ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. വണ്ടിയുടെ ഇന്ത്യൻ കണ്ടീഷൻ നോക്കുമ്പോൾ സീറ്റ് കവറുണ്ട്, അത് വൃത്തിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക് ആണ്. 4 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. ഈ സൈഡ് നോക്കുമ്പോഴും ക്ലീൻ ആണ്. അപ്പോൾ എങ്ങനെ വില? ഇത് 365 വരും. 365. അതെ. ആസ്കിംഗ് പ്രൈസ് ആണ്? അതെ. നെഗോഷ്യബിൾ ആണല്ലോ? അതെ. ഫിനാൻസും 85 ഇയേഴ്സ് വരെ കിട്ടും. 5 വർഷം കിട്ടും, 85% കിട്ടും. അതെ. ഓക്കെ. അപ്പോൾ ശരി, അടുത്തോണ്ട് നോക്കാം. ഇത് നമ്മുടെ ഓട്ടോമാറ്റിക്കിന് മൈലേജ് വ്യത്യാസം വരില്ലല്ലോ? 10-12 മൈലേജ് കിട്ടും. ഓക്കെ.
വിഷ്ണു അടുത്ത വണ്ടി ഇയോൺ ഇറ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 2015 മോഡൽ. 15 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയറൊക്കെ ഒരു 10-50% ടയറുണ്ട്. അതെ. മൈനോർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ല ഡെൻറ്റോ വലിയ മേജർ സ്ക്രാച്ചസ് ഒന്നുമില്ല. ഓക്കെ. ഇറ പ്ലസ് ഇയോൺ. പിന്നെ 2-door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നു. ഈസിയിൽ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, ചെറിയ ടച്ച് എടുക്കേണ്ടി വരും. അല്ലാതെ വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഉണ്ട്. ഒരു സീറ്റ് മാത്രം ചെറിയ ഡാമേജ് ഉണ്ട് അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ല. AC-യും 2-door പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്. അതെ. AC-യിലെ വർക്കിംഗ് ആണല്ലോ? അതെ, വർക്കിംഗ് ആണ്. ഓക്കെ. ഇയോണാകുമ്പോൾ മൈലേജ് എന്തായാലും ഒരു 18 കിട്ടത്തില്ലേ? കിട്ടും. പിന്നെ ഇതെല്ലാം നമ്മൾ ടച്ച് ആൻഡ് പോളിഷ്, ബാക്കി ചാനൽ ചെക്കപ്പ്, ഓയിൽ ചേഞ്ച്, AC കൂളിംഗ് എല്ലാം ചെയ്ത് കൊടുക്കും. എല്ലാം ചെയ്ത് കൊടുക്കുള്ളൂ? എല്ലാം വണ്ടി മാറ്റി കൊടുക്കുള്ളൂ. അതെ. ഈ കസ്റ്റമർ കണ്ടീഷൻ എല്ലാം ക്ലിയർ ആക്കി കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ കണ്ടീഷൻ എല്ലാം വണ്ടി വൃത്തിയാക്കി കിട്ടും. അപ്പോൾ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 240 കൊടുക്കാം. 240 നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? ഫിനാൻസ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ? ഫിനാൻസ് നമുക്ക് 4 വർഷം കിട്ടും. ഒരു 85% ഫണ്ടിങ് കിട്ടും. വിഷ്ണു അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൺ. ഇത് ഓൾട്ടോ കേട്ടൺ ആണ്. VXi 2015 വണ്ടി. നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണത്. 15 വണ്ടി എക്സ്ചേഞ്ച് വന്നതല്ലേ? അതെ. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 183 ഓടിയിട്ടുണ്ട്. 183,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസാണ്. ഫുൾ കമ്പനി സർവീസ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ വേറെ പ്രശ്നമൊന്നുമില്ല? ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. 183 ഓടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. ടയർ കണ്ടീഷൻ അത്യാവശ്യം ആവറേജ് ഉണ്ട്. അതെ. വണ്ടിയാണ്. VXi എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. VXi വേരിയന്റ്. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുള്ളൂ. ഓക്കെ. ഓക്കെ. വണ്ടിയുടെ ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു വൃത്തിയുണ്ടല്ലോ, വലിയ കുഴപ്പമില്ല. അതെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 2-door പവർ ഉണ്ട്, AC പവർ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണത്. VXi. അന്നത്തെ VXi ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. ഓക്കെ. വേറെ മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. AC വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ്. എയർ കണ്ടീഷൻ കുഴപ്പമില്ല. അതെ. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടിയാണ്. കിലോമീറ്റർ ഇഷ്യൂ ആണോ ഈ 183 പറഞ്ഞ സംഭവം? ഇല്ല. കുഴപ്പമില്ല. അത്യാവശ്യം നമ്മളെ മാരുതി വണ്ടികളെല്ലാം ഒരു 2-2.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് ഓടിക്കോളും. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? 1.75 വരും. 1.75. അതെ. ഓക്കെ. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്ക് ഒരു 5 വർഷത്തേക്ക് ഫിനാൻസ് കയറും. അപ്പോൾ അടുത്ത വേണ്ടി സ്വിഫ്റ്റ്. ഇത് സ്വിഫ്റ്റ് LXi 2018-19 രജിസ്ട്രേഷനാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. 18 വണ്ടി 19 രജിസ്ട്രേഷൻ. അതെ. കിലോമീറ്ററോ? 34,000 ഓടിയിട്ടുള്ളൂ. പിന്നെ ഇതിൽ വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ 2-door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും. സർവീസ് കമ്പനി സർവീസാണ് വരുന്നത്. ഓക്കെ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വൃത്തിയുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഫോർമാറ്റുണ്ട്. ഓക്കെ. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 2-door പവറിൻ്റെ വരുന്നുണ്ട്. AC വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ വണ്ടിയല്ലേ? ഇത് 6 മാസം മാരേജ് വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. വാറണ്ടി വരുന്ന വണ്ടിയല്ലേ? അതെ സാർ. ഓക്കെ. 6 മാസം വാറണ്ടി വരുന്നുണ്ട്, പിന്നെ 3 ഫ്രീ സർവീസ്. അതെ സാർ. ട്രിവാൻഡ്രം വണ്ടി തന്നെയാണ്? അതെ. ട്രിവാൻഡ്രം. വേറെ റീപ്ലേസ്മെന്റ് ആക്സസറി കാര്യങ്ങളൊന്നുമില്ല? ഓക്കെ. വാറണ്ടി വരുന്നതുകൊണ്ട് മിക്കവാറും എല്ലാം വണ്ടി കണ്ടീഷൻ ആയിരിക്കുമല്ലോ? പിന്നെ കാരണം റീപ്ലേസ്മെന്റ് വാറണ്ടി അതിനുള്ള. അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? ഇത് വരുന്നത് 5.20 റേറ്റ് വരുന്നത്. 5.20 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. നെഗോഷ്യബിൾ ആയിരിക്കും. അതെ. ഫിനാൻസ് ഫണ്ടിങ് എങ്ങനെ? 85% വരെ കിട്ടും. ഓക്കെ. അപ്പോൾ ഡൗൺ പേയ്മെന്റ് ഉദ്ദേശിച്ചത് എത്ര? 50-60 അടച്ചാൽ മതി. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൺ. ഇത് കേട്ടൺ 2022 മോഡൽ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? VXi. ഓണർഷിപ്പ് കിലോമീറ്റർ 11,000. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡാണ് വരുന്നത്. ഓക്കെ. VXi എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. കമ്പനി ടയേഴ്സ് ആണ് എല്ലാം. വേറെ റീപ്ലേസ്മെന്റ് ആക്സസറി ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ. എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, കമ്പനി ബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് ഫാബ്രിക് നടക്കുന്നത് അല്ലേ? അതെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, എയർ ബാഗ് സിംഗിൾ എയർ ബാഗിലാണ് വരുന്നത്. സിംഗിൾ എയർ ബാഗ്, ABS, പിന്നെ 2-door പവർ വിൻഡോ, പിന്നെ സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ. മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല? ഇല്ല. 1 ഇയർ മാരേജ് വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? റേറ്റ് 4.10 വരുന്നത്. 4.10 ആസ്കിംഗ് പ്രൈസ്. അതെ. നെഗോഷ്യബിൾ ആണല്ലോ? അതെ. ഫിനാൻസ് എങ്ങനെ? ഫണ്ടിങ് 85%? ഫിനാൻസ് നമുക്കൊരു 6 വർഷം വരെ ഫിനാൻസ് കിട്ടും. 6 വർഷം കിട്ടും. ഓക്കെ. അപ്പോൾ ഫണ്ടിങ് 85% ഫണ്ടിങ് കിട്ടും. ഓക്കെ. വിഷ്ണു അടുത്ത വണ്ടി ഡിസയർ. അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വന്നിട്ട് 2014 വണ്ടി, സിംഗിൾ ഓണർഷിപ്പാണ്. ഓക്കെ. ZXi എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് വരുന്നത്. ഓക്കെ. ഓണർഷിപ്പ് എത്രയായി? സിംഗിൾ. കിലോമീറ്ററോ? 97,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. ആണ്. മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഓക്കെ. വണ്ടി നീറ്റ് കണ്ടീഷനാണ് കേട്ടോ. സ്ക്രാച്ചസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്.
ടെക്സ് ആകുമ്പോഴത്തെ അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ് ABS വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്, നീറ്റാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ആയിട്ട് വർക്ക് ചെയ്യുമല്ലോ. വർക്ക് ചെയ്യും. ഓക്കെ. 4 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നത്. ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ZX ടോപ്പ് വണ്ടി. അതെ. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് 380 വരും. 380. സ്വിഫ്റ്റ് ഡിസയർ ആകുമ്പോൾ മൈലേജ് ഒരു 15-16 പ്രതീക്ഷിക്കുക അല്ലേ? അതെ. ഫിനാൻസും 85% തരുമോ? ഫിനാൻസ് നമുക്ക് 4-4.5 വർഷം വരെ കിട്ടും. 85% ഫണ്ടിങ്ങും ഉണ്ട്. ഓക്കെ. എക്സ്പ്രസോ എങ്ങനെയാ? ഇത് വന്നിട്ട് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VXA പ്ലസ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. 2023 മോഡലാണ്. ഓണർഷിപ്പോ സെക്കൻഡ് ആണ് വരുന്നത്. കിലോമീറ്റർ 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ടയറൊക്കെ സ്റ്റോക്ക് ടയർ ആയിരിക്കുമല്ലോ? അതെ അതെ. വേറെ റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. വണ്ടി വേറെ സ്ക്രാച്ച് വെച്ചിട്ടുണ്ടെന്ന് കാര്യമൊന്നും കാണുന്നില്ല. ഓക്കെ. ഈ സൈഡൊക്കെ നീറ്റാണ്, പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. സീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലേ? അത് നീറ്റ് അരിപ്പുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഡ്യുവൽ എയർ ബാഗ് ABS വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ ബ്ലൂടൂത്ത് ഇൻബിൽറ്റ് സ്ക്രീൻ വരുന്നുണ്ട്, ഫ്ലൂറോ പവർ ഉണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ്. അതെ. ഓക്കെ. സെൻട്രൽ ലോക്ക് വരുന്നുണ്ടല്ലോ? അതെ, ഫുൾ ഓപ്ഷൻ ഉണ്ടോ? ഫുൾ ഓപ്ഷൻ ഉണ്ട്. VXA പ്ലസ് അല്ലേ? അതെ. ഓക്കെ. മാനുവലാണ് വണ്ടി. അപ്പോൾ മൈലേജ് എന്തായാലും 20 കിട്ടുമല്ലോ എക്സ്പ്രസോയ്ക്ക്? അതെ, കിട്ടുമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? ഇത് 480 വരും. 480 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. നെഗോഷ്യബിൾ ആണല്ലോ. അതെ. ഫിനാൻസ് എത്ര വർഷം കിട്ടും? ഫിനാൻസ് നമുക്ക് ഒരു 6 വർഷം കിട്ടും. 6 വർഷം കിട്ടും. അപ്പം 85% ഫണ്ടിങ് കിട്ടും. പിന്നെ 1 ഇയർ മാരേജ് വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. കസ്റ്റമർ എക്സ്റ്റെൻഡ് വാറണ്ടി അഡീഷണൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പം നിലവിൽ 1 ഇയർ വാറണ്ടി കിടപ്പുണ്ട് മാരുതിയുടെ തന്നെ അല്ലേ? അതെ. ഓക്കെ. വിഷ്ണു, അടുത്ത വണ്ടി സ്വിഫ്റ്റ്. ഇത് 2018 VXA ആണ്. മാഗ്മ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്, 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ. 200 വണ്ടി തന്നെയാണ് അല്ലേ? അതെ. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ. ഇത് വണ്ടി വാറണ്ടി ഉള്ള വണ്ടിയാണോ? അതെ, 6 മാസം വാറണ്ടി വരുന്നുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, ബ്ലൂടൂത്ത്, ഡ്യുവൽ എയർ ബാഗ് ABS, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ. ഓക്കെ. അപ്പം ഇത് നമ്മുടെ 4 സിലിണ്ടർ അല്ലേ വരുന്നത്? അതെ, 1.2 4 സിലിണ്ടർ ആണല്ലോ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് പ്രൈസ് 570 അറേഞ്ച് വരും. 570 ചോദ്യമാണ്, നെഗോഷ്യബിൾ ആണ്. ഇതിന് മൈലേജ് എന്തായാലും ഒരു 15-16 കിട്ടൂലേ? അതിന് മുകളിൽ കിട്ടും, 18-20 കിട്ടും. പുതിയ മോഡലായ പുതിയ ന്യൂ ഷേപ്പ് ആയതുകൊണ്ട് 18 മേളിൽ കിട്ടും. അതെ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫിനാൻസ് എങ്ങനെ വരും? ഇത് ഫിനാൻസ് നമുക്ക് 5 years വരെ കിട്ടും. 85% ഫണ്ടിങ് ഉണ്ട്. ഓക്കെ. 5 വർഷം കിട്ടും അല്ലേ? പക്ഷേ അടുത്ത വണ്ടി ഡിസയർ VXA 2020 മോഡലാണ്. 20 വണ്ടി, ന്യൂ ഷേപ്പ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ്, 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേരിയൻ്റ് ഏതായിരുന്നു? വേരിയന്റ് VXA വേരിയന്റാണ് വരുന്നത്. VXA വേരിയൻ്റ്. ഓക്കെ. വേറെ റീപ്ലേസ്മെൻറ്റ് ആക്സൻസ് ഒന്നുമില്ല. ഇത് വാറണ്ടി ഉള്ള വണ്ടി? വാറണ്ടി ഉള്ളതാണ്. ഓക്കെ. ഇതിനകത്ത് സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ, പക്ഷേ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, 4 ഡോർ പവർ ഉണ്ട്, മിറർ അഡ്ജസ്റ്റ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ബ്ലൂടൂത്ത് സപ്പോർട്ട് സ്റ്റിയറിംഗ് വരുന്നത്, ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലേ? അത്യാവശ്യം എല്ലാം വെച്ച് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് 690 വരും. 690 നെഗോഷ്യബിൾ ആണല്ലോ? അതെ. അപ്പോൾ അതിന് ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് നമുക്കൊരു 85% ഫണ്ടിങ് കിട്ടും. 5 years വരെ ഫിനാൻസ് കിട്ടും. 5 വർഷം? 5 അല്ല, 6 വർഷം വരെ. 6 വർഷം കിട്ടും. അപ്പോൾ വിഷ്ണു, നമുക്ക് ഒരു ഓൾട്ടോ 4 ഒന്നിച്ച് കിടപ്പുണ്ടല്ലേ? അതെ. ഒന്നിച്ചങ്ങ് പറഞ്ഞു, എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വന്നിട്ട് 2012 ഓൾട്ടോയാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 210 വരുന്നത്. ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ? അതെ. അപ്പോൾ അടുത്ത വണ്ടി ഓൾട്ടോ? ഇത് 2014 ഓൾട്ടോയാണ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡാണ് വരുന്നത്. റേറ്റ് വന്നിട്ട് 250 വരുന്നത്. 250 വരുന്നത്. ഓക്കെ. അടുത്ത വണ്ടി? ഇത് 2021 ഓൾട്ടോയാണ്. കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ LXI ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ന്യൂ ഷേപ്പ് ആണ് വണ്ടി. സിംഗിൾ എയർ ബാഗ് ABS വരുന്ന ടൈപ്പ്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 370 വരും. 370 വരും. അപ്പോൾ അടുത്ത വണ്ടി? ഇത് ഓൾട്ടോ 800 VXA ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. 2021 മോഡല്. ഓണർഷിപ്പ് വരുന്നിട്ട് സെക്കൻഡ് ആണ്. ഓക്കെ. കിലോമീറ്റർ വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ. 2 ഡോർ, അതായത് ഡ്യുവൽ എയർ ബാഗ് ABS വരുന്ന ടൈപ്പാണ്. ഓക്കെ. ഇതെങ്ങനെ പ്രൈസ്? ഇത് വരുമ്പോൾ 380 വരും. 380 വരും. അതെ. അപ്പോൾ വിഷ്ണു, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.
നമ്മൾ കാണിച്ചാൽ ഒരുപാട് വണ്ടി കിടപ്പുണ്ടല്ലോ, ഇഷ്ടംപോലെ വണ്ടി കിടക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സെലക്ട് വണ്ടിയാണ് കാണിച്ചിട്ടുള്ളത്. അതെ അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എന്തായാലും നിങ്ങൾ വന്ന് വണ്ടി നോക്കുക. ബാക്കി ഓഫേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് ഈ മാസം, ആരും മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ്. അതെ അതെ അതെ. ശരി, ഓക്കെ.